നമസ്കാരം. ചലച്ചിത്ര ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി എത്തുന്ന ഫ്രെയിംസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ACV പ്രേക്ഷകർക്കും സ്വാഗതം. പുതിയ കഥ, പുതിയ തിരക്കഥ, സംഭാഷണം തുടങ്ങിയവ കൂട്ടിയിണക്കി ചലച്ചിത്ര ലോകം ഇന്ന് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ആസ്വാദകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇവിടെ മലയാള സിനിമ അധികമൊന്നും കാണാത്ത, കേൾക്കാത്ത ഒരു കഥയാണ് മൈലാഞ്ചി മൊഞ്ചുള്ള വീട് എന്ന ജയറാം ചിത്രം. ഈ ചിത്രത്തിൽ നായികയായി എത്തുന്നത് കനിഹയാണ്. ഉദയകൃഷ്ണ CBK തോമസ് തിരക്കഥ തയ്യാറാക്കിയ ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് നവാഗതനായ ബെന്നി തോമസ് ആണ്. അജയൻ വിൻസെന്റ് ആണ് ഛായാഗ്രഹകൻ. മലബാറിലെ അതിപുരാതനമായ മുസ്ലിം തറവാടാണ് പറങ്കിയത്ത്. ഇപ്പോഴത്തെ കാരണവരായ സോയ സാഹിബ് ഏറെ ജനസമ്മതനും പ്രമാണിയുമാണ്. നല്ല സമ്പത്തുള്ള തറവാട്. മക്കളും മരുമക്കളും പേരക്കുട്ടികളുമൊക്കെയായി ഏറെ ബന്ധുബലം നിറഞ്ഞതാണ് ഇവിടം. അലിഖിതമായ ഒരു നിയമം പറങ്കിയത്ത് തറവാട്ടിലുണ്ട്: അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല എന്നത്. ഈ അവസരത്തിലാണ് സോയ സാഹിബിന്റെ മകൻ കാസിംബായ് ശത്രുക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് പറങ്കിയത്ത് കഴിയുന്നത്. അദ്ദേഹത്തെ ചികിത്സിക്കാൻ ആയുർവേദ ഡോക്ടറായ മാധവൻകുട്ടി ഒരു മുസ്ലിം നാമധേയത്തിൽ പറങ്കിയത്ത് എത്തുന്നതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം. ഈ ചിത്രത്തിൽ ജയറാമാണ് ഡോക്ടർ മാധവൻകുട്ടിയെ അവതരിപ്പിക്കുന്നത്. ഡോക്ടർ ഷാജഹാനെ ബാബുരാജും അൻവറിനെ ആസിഫ് അലിയും അവതരിപ്പിക്കുന്നു. സോയ സാഹിബായി മധുവും കാസിംബായി സിദ്ദിഖും ഈ ചിത്രത്തിലെത്തുന്നു. ഇവർക്കൊപ്പം ജനാർദ്ദനൻ, കൈലേഷ്, കലാഭവൻ ഷാജോൺ, കലാഭവൻ സാദിഖ്, സാജു കൊടിയൻ, സുനിൽ സുഗത, മാമുക്കോയ എന്നിവരും മറ്റു പ്രധാന വേഷത്തിലെത്തുന്നു. റെഡ് റോസ് ക്രിയേഷൻസിന്റെ ബാനറിൽ ഹനീഫ് മുഹമ്മദ് ആണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. എഡിറ്റിംഗ് ജോൺ കുട്ടി.
റഫീഖ് അഹമ്മദിന്റെ ഗാനങ്ങൾക്ക് ഈണം നൽകിയിരിക്കുന്നത് അഫ്സൽ യൂസഫാണ്. ജയറാമും ആസിഫ് അലിയും ആദ്യമായി ഒന്നിച്ചഭിനയിക്കുന്ന ചിത്രം കൂടിയാണ് മൈലാഞ്ചി മൊഞ്ചുള്ള വീട്. അത്യന്തം രസകരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ഈ കഥ നമുക്ക് മുന്നിൽ ഇതൾ വിടരുന്നത്. ഫ്രെയിംസിൽ ഇനി വിശാരദ് ക്രിയേഷൻസിന്റെ ബാനറിൽ അനിൽ വി നാഗേന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച വസന്തത്തിന്റെ കനൽ വഴികൾ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളാണ്. സഖാവ് പി കൃഷ്ണപിള്ളയെ ആധാരമാക്കി വിശാരദ് ക്രിയേഷൻസ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ കൃഷ്ണപിള്ളയെ അവതരിപ്പിച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധ നടനും സംവിധായകനുമായ സമുദ്രകനിയാണ്. വസന്തത്തിന്റെ കനൽ വഴികൾ എന്ന ചിത്രം സഖാവ് പി കൃഷ്ണപിള്ളയുടെ ജീവിതത്തെ ആധാരമാക്കി അനിൽ വി നാഗേന്ദ്രൻ നിർമ്മിച്ച് സംവിധാനം ചെയ്തൊരു സിനിമയാണ്. ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. സിനിമ മാർച്ചിൽ റിലീസിനെത്തിയപ്പോൾ ഇലക്ഷൻ്റെ ഭാഗമായി സിനിമയ്ക്ക് ഒരു ചെറിയ നിരോധനമൊക്കെ നേരിടേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഈ 6 മാസ കാലയളവ് സത്യത്തിൽ അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും സംവിധായകനും നിർമ്മാതാവിനുമൊക്കെ ഒരു കനൽ വഴികൾ തന്നെയായിരുന്നു. വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഈ രണ്ടാം വരവിനെ, അറിയില്ല എത്ര സിനിമകൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു വരവ് വന്നിട്ടുണ്ടെന്നറിയില്ല. എന്തായാലും കേരളത്തിലെ പ്രേക്ഷകർ ഞങ്ങൾ വളരെ അധ്വാനിച്ചുണ്ടാക്കിയ ഈ സിനിമ തീർച്ചയായും സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ ചിത്രത്തിൽ 7 സംഗീത സംവിധായകരും 20ഓളം ഗായകരും ചേർന്ന് 8 മനോഹര ഗാനങ്ങളാണ് തയ്യാറാക്കിയത്. അങ്ങനെ ഇന്ത്യൻ ചലച്ചിത്ര ഗാനരംഗത്ത് സർവകാല റെക്കോർഡാണ് ഈ ചിത്രം സൃഷ്ടിച്ചിരിക്കുന്നത്. വസന്തത്തിന്റെ കനൽ വഴികളിൽ എന്ന സിനിമയിൽ വാസു എന്ന ധീരനായ ഒരു വിപ്ലവകാരിയുടെ വേഷമാണ് ഞാൻ ചെയ്യുന്നത്. സഖാവ് പി കൃഷ്ണപിള്ളയുടെ കൂടെ 1940കളിലെ കേരളത്തിലെ ഒരു കാർഷിക ഗ്രാമത്തിലേക്ക് തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരു പോരാളിയാണ്. ഈ സിനിമ എൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഏതൊരു നടനെയും സംബന്ധിച്ച് അയാളുടെ ആദ്യ സിനിമ ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. എന്നെ സംബന്ധിച്ച് അതൊരു സാധാരണ വെല്ലുവിളി മാത്രമായിരുന്നില്ല. ഈ സിനിമയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് 5 വർഷം മുമ്പാണ്. 5 വർഷം മുമ്പ് തൊട്ട് ഈ സിനിമയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇതിൻ്റെ സംവിധായകൻ നിർമ്മാതാവും കൂടിയായ അനിൽ സാറിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ സിനിമയിൽ നായകതുല്യമായ ഒരു കഥാപാത്രം, ഈ വാസു എന്ന കഥാപാത്രത്തെ ഞാനാണ് അവതരിപ്പിക്കുന്നത് എന്ന് ഞാൻ അറിയുന്നത് ഈ സിനിമയുടെ സ്വിച്ച് ഓൺ സമയത്താണ്. പക്ഷെ എങ്കിൽ കൂടെ ഏകദേശം ഒരു 1.5 വർഷത്തെ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് 1.5 വർഷം മുമ്പ് തന്നെ ഈ സിനിമയ്ക്ക് വേണ്ട ചില ശാരീരിക പരിശീലനങ്ങൾ ചെയ്യാൻ വേണ്ടി സംവിധായകൻ അനിൽ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കഥാപാത്രം എന്താണെന്നൊന്നും പറഞ്ഞില്ല. പഴയ 1940കളിലെ കേരളത്തിലെ കാർഷിക മേഖലയിലെ ഒരുപാട് ജോലികൾ, കാളയെ കൊണ്ട് നിലം പൊട്ടുക, വിറക് വെട്ടുക, കൊയ്യുക, മെതിക്കുക, ചെരുപ്പിടാതെ കിലോമീറ്ററുകളോളം പാറപ്പുറത്ത് കൂടി ഓടുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പരിശീലിക്കേണ്ടി വന്നു. പിന്നെ മുടി നീട്ടി വളർത്തേണ്ടി വന്നു, താടി നീട്ടി, അതിന് വേണ്ടുന്ന ശാരീരിക പുഷ്ടി. 40കളിലെ ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിക്ക് എന്തൊക്കെയാണോ അയാളുടെ മാനറിസങ്ങൾ, അയാളുടെ ശാരീരിക പ്രകൃതി എങ്ങനെയായിരിക്കുമോ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ കാല കേരളത്തിൻ്റെ ചരിത്രം പറയുന്ന സിനിമയാണ് വസന്തത്തിൻ്റെ കനൽ വഴികളിൽ. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം, ദേശീയ സമരം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നേതൃത്വം നൽകിയ തൊഴിലാളി പ്രക്ഷോഭങ്ങളൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. 1940കളിലെ കഥയാണ് പ്രധാനമായിട്ടും പറയുന്നത്. കേരളത്തിൽ ജന്മിത്വം വളരെ രൂക്ഷമായിരുന്ന ഒരു കാലത്ത്, ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് തൊഴിലാളികൾ, പട്ടിണിപ്പാവങ്ങളൊക്കെ വളരെ മൃഗതുല്യരായിട്ട് കഴിഞ്ഞിരുന്ന ആ കാലത്ത് തെക്കൻ കേരളത്തിലെ ഒരു കാർഷിക ഗ്രാമത്തിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പോരാളിയായിട്ടുള്ള സഖാവ് പി കൃഷ്ണപിള്ള എത്തുന്നതാണ് സിനിമയുടെ പ്രധാന പ്രമേയം. അക്കാലത്ത് ജന്മിമാർക്ക് എല്ലാ തരത്തിലുള്ള അധികാരങ്ങളും ഉണ്ടായിരുന്ന സമയം. തൊഴിലാളികളെ സംബന്ധിച്ച് അവർ ഭയപ്പെട്ട് അവരുടെ ജീവിതം തന്നെ ഏറ്റവും ദുഷ്കരമായിരുന്ന ആ സമയത്ത് അവരുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു വെളിച്ചം പകരാൻ വേണ്ടിയിട്ട് അവരെ സംഘടിപ്പിക്കുന്നതിനായിട്ട്, അവരുടെ അവകാശം നേടിക്കൊടുക്കുന്നതിനായിട്ട്
സഖാവ് അവിടെ എത്തുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തെ ആസ്പദമാക്കി വസന്തത്തിൻ്റെ കനൽ വഴികളിൽ ചെയ്യുമ്പോൾ ഏതാണ്ടൊരു 5-6 വർഷത്തെ പരിശ്രമം, ഗവേഷണങ്ങളൊക്കെ ചിത്രത്തിന് വേണ്ടി നടത്തിയിരുന്നു. സെറ്റ് തന്നെ നിർമ്മിച്ചത് 1940 കാലത്തെ സെറ്റ് തന്നെ നിർമ്മിച്ചത് ഏതാണ്ട് 2 വർഷക്കാലം എടുത്തിട്ടാണ്. 6 കിലോമീറ്റർ ചുറ്റളവിൽ വിശാലമായ സെറ്റാണ് ഒരുക്കിയത്. അതിനകത്തെ ആധുനികമായിട്ടുള്ള എല്ലാ ബിംബങ്ങളും മാറ്റി അല്ലെങ്കിൽ മറച്ചു. അങ്ങനെ വളരെ ശ്രമഫലമായി വലിയൊരു കൂട്ടായ്മയോടുകൂടി എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളുടെയും പിന്തുണയോടുകൂടിയാണ് ആ സെറ്റും നിർമ്മിച്ചതും സിനിമ ചിത്രീകരിച്ചതും. ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനകരമായ മുഹൂർത്തങ്ങളാണ് സിനിമ സമ്മാനിച്ചത്. സിനിമ ഇപ്പോൾ സബ്ടൈറ്റിൽ ചെയ്തുകൊണ്ട് ദ കോമ്രേഡ് എന്നുള്ള പേരിൽ ഇത് ലോകം ഒട്ടുക്ക് സഞ്ചരിക്കാൻ പോവുകയാണ്. വസന്തത്തിൻ്റെ കനൽ വഴികളിൽ എന്നുള്ള പേര് വച്ചുകൊണ്ട് തന്നെ ദ കോമ്രേഡ് എന്നുള്ള പേരിൽ ലോകത്തിന് മുന്നിലേക്ക് ചെഗുവരയെ പോലെ, ലെനിനെ പോലെ നമ്മുടെ ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ ഒരു വിപ്ലവകാരിയുടെ കഥ ലോകത്തിന് മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. ഡിസംബർ ആദ്യവാരം ഡൽഹിയിലെ എല്ലാ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് വേണ്ടിയും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയും വിദേശ പ്രതിനിധികൾക്ക് വേണ്ടിയിട്ട് ഒരു ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവിടേക്ക് ഈ സിനിമ പോകുന്നതോടുകൂടി ഇത് ലോകത്തിലേക്ക് ഈ സിനിമയുടെ സഞ്ചാരം ആരംഭിക്കും. അതിനായി ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഫ്രെയിംസിൽ ഇനി പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങളുമായി ന്യൂ റിലീസസ്. നവാഗതനായ അൻവർ സാദിഖ് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത ചിത്രമാണ് ഓർമ്മയുണ്ടോ ഈ മുഖം. വിനീത് ശ്രീനിവാസും അജു വർഗീസും ഒന്നിച്ചഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നായികയെ എത്തുന്നത് നമിത പ്രമോദാണ്. മുകേഷ്, ലക്ഷ്മി, രോഹിണി, മുക്ത, ഇടവേള ബാബു തുടങ്ങിയവരാണ് മറ്റു പ്രധാന താരങ്ങൾ. ഫ്രെയിംസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി ഫ്രെയിംസിനെ അടുത്ത ആഴ്ച. Till then, you people take care and bye from Sri Lakshmi.